യെസ്, ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻ വാസുവിനും സ്വാഭാവികമായ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വിജിലൻസ് കോടതിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചത്. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. ദേവസ്വം മുൻ പ്രസിഡന്റും കമ്മീഷണറും ആയ എൻ വാസു കട്ടിളപ്പാളി കേസിലെ മൂന്നാമത്തെ പ്രതിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഉൾപ്പെടെ, അതായത് ഒരു കേസിൽ വിചാരണ തടവുകാരനായാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഈ കേസിൽ പ്രതിയാകപ്പെടുന്ന സാഹചര്യത്തിൽ ആണ് ഈ വാസുവിനെ അടക്കം ഇപ്പോൾ ജയിലിൽ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ അതിൻ്റെ ഒരു സ്വാഭാവികമായ കാലാവധി 90 ദിവസങ്ങൾ പിന്നിടുന്ന ഒരു സ്വാഭാവികമായ കാലാവധി ആണ് ഇപ്പോൾ പിന്നിട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വാസുവിനും ജാമ്യം ലഭിച്ചിട്ടുള്ളത്. എസ് വിനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീഷ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇതാ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ മറ്റൊരു പ്രതിക്ക് കൂടി ജാമ്യം ലഭിക്കുന്നു. എൻ വാസുവിന് ആണ് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറും ഒക്കെയായി പ്രവർത്തിച്ച എൻ വാസുവാണ് കട്ടിളപ്പാളിയിലെ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട കേസിലെ മൂന്നാമത്തെ പ്രതി കൂടിയാണ് എൻ വാസു എന്നതാണ്. CPM-ന് എൻ വാസുവിൻ്റെ അറസ്റ്റിലേക്ക് എത്തിയപ്പോഴായിരുന്നു CPM ഏറ്റവും അധികം പ്രതിസന്ധിയിലായത്. ഇപ്പോൾ ഇതാ എൻ വാസുവിന് സ്വാഭാവികമായ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കോടതി. വിജിലൻസ് കോടതിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടക്കം ജാമ്യം ലഭിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ കേസിലെ പ്രതികൾ ഓരോരുത്തരായി പുറത്തിറങ്ങുന്ന സാഹചര്യം ആണ്. കൃത്യമായി അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നതിൽ അന്വേഷണ സംഘം ഇത് വൈകിപ്പിക്കുന്നു എന്ന വിമർശനം ഉയരുന്നുണ്ട്. പക്ഷേ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അന്വേഷണ സംഘം കോടതിക്ക് കൃത്യമായി റിപ്പോർട്ട് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന് കോടതി നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ എൻ വാസുവിനും സ്വാഭാവിക ജാമ്യം ലഭിച്ചിട്ടുള്ളത്. വിനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീഷ്, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, എൻ വാസു പുറത്തേക്ക് ജയിലിൽ നിന്നും പുറത്തേക്ക് എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. അതായത് എൻ വാസുവിനും ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സ്വർണ്ണക്കൊള്ള കേസിൽ ഇതോടെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നവരുടെ എണ്ണം 5ആയി മാറിയിരിക്കുകയാണ്. അത് തന്നെ സ്വാഭാവിക ജാമ്യം ലഭിച്ചാണ് എൻ വാസു പുറത്തിറങ്ങിയത്. കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ ജാമ്യാപേക്ഷയിന്മേലുള്ള വിധി പറയാനായി ഇന്ന് മാറ്റുകയായിരുന്നു. എന്തായാലും വിജിലൻസ് കോടതി ഇന്ന് രാവിലെ എൻ വാസുവിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ വാസുവിന് പുറത്തിറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് സ്വാഭാവിക ജാമ്യം. മറ്റു പ്രതികൾക്ക് നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന 4 പ്രതികൾക്കും അതായത് കുറ്റപത്രം സമർപ്പിക്കാത്ത കാരണത്താൽ ജാമ്യം ലഭ്യമായിരുന്നു. ഈ കാരണം തന്നെ ചൂണ്ടിക്കാട്ടിയാണ് എൻ വാസുവിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. എന്തായാലും എൻ വാസുവിന് ജാമ്യം ലഭ്യമായിരിക്കുന്നു. ഇതോടെ 5 പേരാണ് ഈ കേസിൽ പുറത്തിറങ്ങിയത്. അഭിലാഷ്. യെസ്, ഇതാ സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത്, നമ്മൾ ആവർത്തിച്ച് പറയുന്നത് ഈ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കപ്പെടാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഏതൊരാൾക്കും ലഭിക്കുന്നത് പോലെയുള്ള ജാമ്യം എന്നതാണ്. പക്ഷേ ഇതിനു മുമ്പ് പലപ്പോഴായി പുറത്തിറങ്ങാൻ ശ്രമിച്ചപ്പോഴെല്ലാം അത് സാധ്യമാകാത്ത സാഹചര്യമുണ്ടായിരുന്നു. സുപ്രീം കോടതിയിലടക്കം പോയിട്ടും സാധ്യമാകാത്ത സാഹചര്യമുണ്ടാകുന്നു. അപ്പോൾ ഈ ജാമ്യം ലഭിക്കുമ്പോഴെല്ലാം ഒരു പക്ഷേ ഒരു പരിധിവരെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുക കുറ്റം ചെയ്തുവെങ്കിൽ ജാമ്യം ലഭിക്കുമോ അല്ലെങ്കിൽ നിലനിൽക്കുമോ എന്നതൊക്കെയാണല്ലോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അഭിലാഷ്, നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഇന്ന് കോടതിയിൽ നിന്നും ഈ തീരുമാനം. സ്വാഭാവിക ജാമ്യമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നത്. അത് 90 ദിവസം കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുന്നു, കസ്റ്റഡിയിൽ 90 ദിവസം എന്ന സ്വാഭാവിക നടപടിയാണ്. പക്ഷേ ഇതുകൊണ്ട് കുറ്റവിമുക്തനാക്കപ്പെടുകയല്ല ചെയ്യുന്നത്, അത് ജാമ്യമാണ്. അത് നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ പ്രത്യേകത മൂലം ലഭിക്കുന്ന ഒരു ഇളവ് കൂടിയാണ് ലഭ്യമാവുന്നത്. പക്ഷേ ഇതുകൊണ്ട് കുറ്റവിമുക്തനാക്കപ്പെടുന്നില്ല. അന്വേഷണ തുടർ നടപടികളിൽ നീക്കമുണ്ടാവും. ഒടുവിൽ കോടതി ശിക്ഷ വിധിക്കുന്നതനുസരിച്ച് ബാക്കി നടപടികളിലേക്കും പോവേണ്ടി വരും. അത് ഹൈക്കോടതി തന്നെ ഉറപ്പാക്കിയിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇതിൽ ഈ ഇപ്പോഴത്തെ ഈ ജാമ്യം സ്വാഭാവികമായും അത് പ്രതിക്ക് ആശ്വാസം നൽകുന്നതാണ്. കാരണം അദ്ദേഹം പലവട്ടം ജാമ്യത്തിന് ശ്രമിച്ചു, പക്ഷേ കിട്ടിയില്ല. പക്ഷേ ഇപ്പോൾ ഒടുവിൽ സ്വാഭാവിക ജാമ്യമാണ്. അതായത് അദ്ദേഹത്തിൽ ചാർത്തപ്പെട്ട കുറ്റം അത് വാസു അതിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത് നിൽക്കില്ല എന്ന ഗ്രൗണ്ട്സുകളൊക്കെ കോടതിയിൽ വിസ്തരിച്ചിരുന്നെങ്കിൽ കൂടിയും അതൊന്നും കോടതി അംഗീകരിച്ചില്ല. വാസു ഗുരുതരമായ പിഴവ് പറ്റി എന്ന് തന്നെയാണ് കോടതി വിലയിരുത്തിയത്. ഒടുവിൽ ഇപ്പോൾ സ്വാഭാവിക ജാമ്യം ലഭ്യമാവുന്നത്
കോടതിയിൽ അതിൻ്റെ സമയപരിധി 90 ദിവസം എന്ന കാലാവധി പൂർത്തിയാക്കുന്നത് കൊണ്ട് മാത്രമാണ്. എന്തായാലും ഇതോടുകൂടി ഈ കേസിൽ സംഭവിക്കുന്നത് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വരുന്നവരുടെ എണ്ണം 5 മാറുന്നു എന്ന സാഹചര്യമാണ്. അതിൽ ഏറ്റവും സമീപ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ്. ഈ കേസിൽ ശബരിമല സ്വർണ്ണമോഷണ കേസിലെ മുഖ്യ ആസൂത്രകനായ പ്രധാനമായ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടക്കം ജാമ്യം കിട്ടി പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നാലെ ഡി സുധീഷ് കുമാർ മറ്റൊരു ജാമ്യം കിട്ടിയ വ്യക്തിയാണ്. ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഈ കേസിൽ 3-ാം പ്രതി എന്ന നിലയിലാണ് സുധീഷ് കുമാറിൻ്റെ പങ്കാളിത്തമുള്ളത്. മറ്റൊന്ന് മുരാരി ബാബുവാണ്. നമുക്കറിയാം മുരാരി ബാബുവും അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. മുരാരി ബാബുവിന് വളരെ പിഴവ് പറ്റിയെന്ന് കണ്ടെത്തിയിട്ടുള്ള വ്യക്തിയാണ്. മുരാരി ബാബുവും സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വന്നയാളാണ്. മറ്റൊന്ന് എസ് ശ്രീകുമാറാണ്. ശ്രീകുമാർ മുമ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തന്നെയായിരുന്നു. ശ്രീകുമാറും ഈ തരത്തിൽ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വന്നിരിക്കുന്നതാണ്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള മറ്റ് പ്രധാനികൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറാണ്. ഒപ്പം തന്നെ ശങ്കർദാസ് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന ശങ്കർദാസ്, ഒപ്പം തന്നെ വിജയകുമാർ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന വിജയകുമാർ കസ്റ്റഡിയിലുള്ള പ്രധാനികളാണ്. ഒപ്പം ശബരിമല തന്ത്രി ഖണ്ഡർ രാജീവരും ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരാണ്. ബാക്കി എല്ലാവരും കസ്റ്റഡിയിലായി 90 ദിവസത്തിനകം തന്നെ സ്വാഭാവിക ജാമ്യത്തിൻ്റെ പരിഗണനയിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. എന്തായാലും പുറത്തിറങ്ങുന്ന വാസു എന്ത് പ്രതികരണം നടത്തും? കാരണം വലിയ ആരോപണം അദ്ദേഹം നേരിട്ട വ്യക്തിയാണ്. ശബരിമല ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായിരിക്കുകയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുകയും അദ്ദേഹം നടത്തിയ ചില ഇടപെടലുകളാണ് പ്രധാനമായി ഈ കേസിൽ കുടിക്കുന്നത്. അതിൽ മുഖ്യമായത് കമ്മീഷൻ എന്ന രീതിയിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകളാണ്. സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയെന്ന ഗുരുതരമായ പിഴവാണ് ഇക്കാര്യത്തിൽ വാസുവിനെതിരെ കണ്ടെത്തൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ CPM നേതൃത്വവുമായും ശബരിമല യുവതീ പ്രവേശന വിവാദ കാലഘട്ടത്തിലൊക്കെ സർക്കാരുമായി അടുത്ത് ചേർന്ന് പ്രവർത്തിച്ച വ്യക്തി എന്ന രീതിയിൽ കൂടിയാണ് ഈ വിഷയത്തിൽ വാസുവിൻ്റെ പങ്കാളിത്തം ഏറെ ചർച്ച ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് കൂടി തന്നെ ഈ ജാമ്യവും ആ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പ്. തീർച്ചയായും എൻ വാസു ഇതിനു മുമ്പ് പലപ്പോഴായി ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പല സാങ്കേതിക പിഴവുകളുമൊക്കെ ചൂണ്ടിക്കാണിച്ച് കോടതിയെ സമീപിച്ചിരുന്നു. പ്രത്യേകിച്ച് ശബരിമലയിലെ ഡോക്യുമെന്റുകൾ ഇതിനു മുമ്പ് സൂക്ഷിച്ചതിൽ ഉൾപ്പെടെ ഉള്ള പിഴവുകൾ ആയിരുന്നു ഈ ചെമ്പ് എന്നൊക്കെ രേഖപ്പെടുത്തിയത്. അതിൻ്റെ കാലയളവ് ഇതൊക്കെ ആയി ബന്ധപ്പെട്ട്, കാരണം വാസു ഒരു നിയമരംഗത്തു കൂടി പരിജ്ഞാനം ഉള്ള ആളാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരം തന്ത്രങ്ങളിലൂടെയൊക്കെ രക്ഷപ്പെടാം എന്ന് കരുതിയിരുന്നത്. പക്ഷേ കോടതി അതിനൊന്നും അനുവദിച്ചിരുന്നില്ല എന്നതാണ്. ഇവിടെയാണ് ഈ 90 ദിവസം ആകുന്നു. അതായത് 2025 സെപ്റ്റംബർ 11 വാസു അറസ്റ്റിലാകുന്നത്. അതിനുശേഷം 90 ദിവസങ്ങൾ ആണ് കുറ്റപത്രം സമർപ്പിക്കാൻ അനുവദിക്കപ്പെടുന്നത്. അവിടെ ഒരു അന്തിമ കുറ്റപത്രത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്തിപ്പെടാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് വാസുവിന് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത്. നേരത്തെ ജാമ്യം ലഭിച്ചവരുടെ പങ്ക് എണ്ണം ഇവിടെ നേരത്തെ തന്നെ സജിത്ത് സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, എസ് ശ്രീകുമാർ, സുധീഷ് കുമാർ എന്നിവരുണ്ട്. ഇനി മറ്റൊന്ന് എന്നത് തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവും അറസ്റ്റിലായിട്ട് ഏതാണ്ട് 90 ദിവസത്തോട് അടുക്കുന്നു. അടുത്ത ദിവസം സ്വാഭാവികമായും ബൈജുവും പുറത്തിറങ്ങുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെയെങ്കിൽ പുറത്തിറങ്ങുന്നവരുടെ എണ്ണം 6 മാറുന്ന പശ്ചാത്തലമാണുള്ളത്. നിലവിൽ വാസു കൂടി പുറത്തിറങ്ങുമ്പോൾ അവരുടെ എണ്ണം 5 എന്നതാണ്. വാസു ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിരവധി പ്രതികരണങ്ങൾ അറസ്റ്റിലാകുന്നതിന് മുമ്പ് നടത്തിയിരുന്നു. ഇനിയിപ്പോൾ പുറത്തിറങ്ങുന്ന വാസുവിന് കർശന ഉപാധികളുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നതിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ പ്രതികരിക്കുന്നുവെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളായി നമുക്ക് മനസ്സിലാക്കുകയും വേണം. സജിത്ത്, എന്തായാലും അന്വേഷണം ഇപ്പോഴും തുടരുന്ന സാഹചര്യമുണ്ട്. അന്വേഷണത്തിൻ്റെ ദിശ മാറുന്ന പശ്ചാത്തലമുണ്ട്. SITക്ക് മുന്നിലേക്ക് നിരവധി വിഷയങ്ങൾ എത്തുന്നു എന്ന സൂചനകളുമുണ്ട്. മറ്റ് വിഷയങ്ങളെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകേണ്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്കറിയാമല്ലോ, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അടൂർ പ്രകാശിനെ അടക്കം ഒക്കെ വിളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മറ്റു പല പേരുകളും ഉയർന്നു കേൾക്കുന്നു. അതിനിടെ വിജിലൻസ് അന്വേഷണം കൊടിമരത്തിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും SITയെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് അതിസങ്കീർണമായ ഒരു കേസാണ്.